ഒരു ശക്തമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചില്ല. ആരാ നൂറ്റാണ്ട് കാലം പിടിക്കും, ആരാ നൂറ്റാണ്ട് കാലം വേണ്ടി വന്ന് നമുക്കൊരു സംഘടന ഉണ്ടാവാൻ വേണ്ടി. ഇതിന്റെ കുഴപ്പമെന്താ? എല്ലാവർക്കും സ്ഥാനമാനങ്ങളും അധികാരം പിടിച്ചടക്കരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനകളുടെ ഉദ്ദേശം എന്താണ്? നമ്മളിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക, അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടുന്ന ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ ഇതുവരെ ചിന്തിച്ചിരുന്നത് നമുക്ക് സ്ഥാനം കിട്ടണം, ഗ്രൂപ്പായിട്ട് വരും, 2 ഗ്രൂപ്പായിട്ട് തെക്കും വടക്കും ഭാഗത്തു നിന്ന് ഓരോ ഗ്രൂപ്പായി വന്നിട്ട് നിലനിന്നിട്ട് രഹസ്യ ചർച്ചകളിലൂടെ അവസാനത്തെ കളിയാണ്, അവസാനമായിട്ട് കളിച്ചതാണ് കണ്ണൂർ കമ്മിറ്റി വെച്ചത്. ഈ കണ്ണൂർ കമ്മിറ്റിയില് പാനൽ പോലും പിടിച്ചടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയകാലത്തെ ചരിത്രങ്ങളെ കേട്ടറിവിലാണ് ഞാൻ അറിയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇക്ബാൽ ഭായി, ജബ്ബാർ ഭായി, റഹീം ഭായി, അബി ഭായി, ഇവരൊക്കെ പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവർക്കൊക്കെ നല്ല രീതിയിൽ അതിനെ പറ്റി നന്നായിട്ട് അറിയുന്നതാണ്. ഇനി അതല്ല, ഇന്ന് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ശൈശവത്തിലായിരുന്നു, കുട്ടിയായിരുന്നു, അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കി ഇപ്പോൾ ഈ യൗവനത്തിലെത്തിയിരിക്കും. ഈ യൗവനത്തിലുള്ള സമയത്തും കൗമാരത്തിലുള്ള സമയത്തും നമ്മുടെ സംഘടനയെ നിർബന്ധമായിട്ടും നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭാരവാഹികൾ, നമ്മുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായ ചെയർമാൻ, ജനറൽ സെക്രട്ടറിയും ട്രഷററും, ഇവരുടെ ആ ടീം എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഈ സംഘടന ഭാഷഭായി, മഞ്ജിത് ഭായി ഈ സംഘടനയിൽ നിന്ന് സ്ഥാനം മാറുന്ന ഒരു കാലത്ത് എപ്പോഴും ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ കാലത്ത് അതിന് പറ്റിയ ആൾക്കാരില്ലാതെ യാതൊരു കാരണവശാലും കൈയൊഴിഞ്ഞു കൊടുക്കാതെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റി അന്തസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും ശക്തമായ ഒരു സംഘടനയാണ്. ഇനിയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ജില്ലകളിൽ, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കാര്യങ്ങൾ ഇപ്പോൾ ഇബ്രാഹിം ഭായിയും റഹീം ഭായിയും അബീബ് ഭായിയും മനസ്സ് വെച്ചാൽ നല്ലൊരു ശക്തമായ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഏത് പ്രശ്നങ്ങൾ അവരുണ്ടെങ്കിൽ അതിനെയൊക്കെ തൃണവള്ളിൽ എണിച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സാധിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അനുമാനിക്കുന്നു, അങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒറ്റയ്ക്കൊരാൾ നടന്നിട്ട് ഒരു റെസീറ്റ് ബുക്കും ഒറ്റയ്ക്കൊരാൾ നടന്നുണ്ടാക്കിയതാണ് 30 ആൾക്കാരുടെ മെമ്പർഷിപ്പ് കാണുന്നത്. ആ മെമ്പർഷിപ്പ് കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ച ഉടനെ തന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്നെ സഹകരിപ്പിച്ചില്ല. എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. പിന്നെ പൊതുവായിട്ടൊരു കാര്യം, എല്ലാ കാര്യത്തിലും CDMJ മേധാവിത്വം കാണിക്കുന്നത്. CDMJ മേധാവിത്വം കാണിക്കുന്നതല്ല, CDMJ സംസ്ഥാന കമ്മിറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ സംസ്ഥാന കമ്മിറ്റിക്ക് അതിൻ്റെതായ ഗതിയിൽ, അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരും തന്നെ കോഴിക്കോട് ജമാഅത്തിനെ പറ്റി പറയുന്നു, അവർ മേധാവിത്വം കാണിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങി നിൽക്കും. സംസ്ഥാന കമ്മിറ്റിക്ക് ഊർജ്ജം നൽകേണ്ടത് നമ്മുടെ വേരുകളാണ്. വേരുകൾ മീൻസ് നമ്മുടെ ജില്ലാ കമ്മിറ്റികളാണ്. ഈ ജില്ലാ കമ്മിറ്റികൾ മണ്ണിൽ നിന്നും ജലാംശം വലിച്ചെടുത്തിട്ട് വേണം മുകളിലോട്ട് കൊടുക്കാൻ. അപ്പോഴേ തളർത്ത് നിൽക്കുള്ളൂ ഇലകൾ. ഒരു വൃക്ഷമാണ് DMC. ഇതൊന്നും ചിന്തിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും മറ്റവനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ചിന്ത, അത് നമ്മൾ ആരും തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മേധാവിത്വം കാണിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു സംഘടനയ്ക്ക് യോജിച്ചത്. ഇത് സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ കൂടി ഇതിനെ കുറിച്ച് വർത്താനം പറഞ്ഞ് സ്വറപിടിച്ച് പോകാനുള്ളതല്ല നമ്മുടെ ഈ സംഘടന. നമ്മുടെ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അത് നമ്മളെല്ലാവരും, അത് ആരെന്ത് പറഞ്ഞാലും CDMJ മേധാവിത്വം കളിക്കുന്നോ എന്ത് തന്നെ പറഞ്ഞാലും CDMJ പുറകോട്ട് നിൽക്കില്ല. CDMJ അതിന് ശക്തമായ രീതിയിൽ CDMJ കോഴിക്കോട് ജമാഅത്തിൽ ആദ്യമായിട്ട് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ഓരോരുത്തരെയും പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. എല്ലാം നല്ല ക്ലിയർ, എല്ലാം ക്രിസ്റ്റൽ നമ്മുടെ സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരൊറ്റ രേഖകൾ അറിയില്ല, ആ ക്രിസ്റ്റൽ ക്ലിയർ പറയാൻ മാത്രമേ. പക്ഷെ ഇന്ന് എൻ്റെ ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയും
ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്ത് വിഷയം വന്നാലും അത് ആ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കും. ഞാൻ പറയാം, അവിടെ വെൽഫെയർ എന്താണ് ഒരു കമ്മിറ്റി ഉണ്ട്, ഓപ്പൺ ഫോറം. ഈ ഓപ്പൺ ഫോറം ഉണ്ടാക്കിയ സമയത്ത് അവിടെ എന്താ നടക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആളെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, നമ്മുടെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും വിഷയം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആളെ വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പോയിട്ട് അതിന്റെ റിസൾട്ട് തന്നു. പക്ഷെ അദ്ദേഹം പോയ ആളെ അവര് പ്രയോഗം ചെയ്യാനായി നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ അദ്ദേഹം പോയി എല്ലാ വിവരങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായി. ഇനി ആരെ അയക്കും എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ സംഭവം ഞങ്ങൾ വരും. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കൂട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം കോഴിക്കോട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വരും. അവിടെ വന്നിട്ട് എന്താ നിങ്ങൾ വേറെ അങ്ങനെ അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താന്ന് നിങ്ങളോട് ആരോടാന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും, നേരിട്ട് വന്ന് ചോദിക്കും. ഒരു സംഘടന, ഒരു സാമൂഹ്യ സംഘടന അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ രീതിയിൽ അതേ പേരിൽ അതേ തഗ്നി അതേ സമുദായത്തിന് വേണ്ടി വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് സമ്മതിക്കില്ല. ഞങ്ങൾ നേരിട്ട് വരും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ശക്തമായ രീതിയിൽ, എനിക്കറിയാം പാലക്കാട് ജില്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പാലക്കാട് ജില്ല, വയനാട് ജില്ല, ഈ രണ്ട് ജില്ലയും വളരെ ശക്തമായ രീതിയിൽ ആൾക്കാരെ അന്വേഷിച്ച് നടന്നിട്ട് മെമ്പർമാരെ ചേർത്തുകൊണ്ടാണ് അത്രയും പ്രബലമായ ഒരു സംഘടനയായി മാറിയിരിക്കുന്നത്. വയനാട് ജില്ല 98% തന്നെ പറയാം. 98% 2% പറയുന്നത് ചേരോട് പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് എന്താ പറയുക, അവർക്ക് DMC ആദ്യം വേണമായിരുന്നു. ഒരു കാലത്ത് ആദ്യമായിട്ട് അവർക്ക് DMC വേണം. ആ പള്ളിയുടെ പ്രവർത്തനങ്ങൾ വേറെ 2 ആൾക്കാർ മാത്രം നടത്തിയ ഒരു കാലത്ത് ഇവരാരും തന്നെ നാനീക എന്ന് പറഞ്ഞില്ല. അന്ന് നാനീക നാനാങ്കെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. ആ 2 പേരും മരിച്ച ശേഷമാണ് ഇവർക്ക് ഇത് കൈയടക്കണമെന്ന് തോന്നിയത്. ആ സമയത്ത് റാസിഖിനെ വിളിച്ച് സംസാരിച്ചിട്ട് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു കൂട്ടി. ആ ജനറൽ ബോഡിയിൽ വെച്ച് റാസിഖിനെയും ജോയിന്റ് സെക്രട്ടറി ആക്കി ആ ചേരോട് കമ്മിറ്റിയിലെടുത്തു. അവരവരുടെ കൈകളിലായി കഴിഞ്ഞു. പള്ളിയുടെ കാര്യം പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞപ്പോൾ DMC വേണ്ട, പള്ളിയുടെ പേരിൽ നിന്നും ദക്കിനി എന്നുള്ള സാധനം എടുത്തു കളഞ്ഞവര് ബോർഡ് മാറ്റി വെച്ചു. എന്തൊക്കെയോ കളികൾ കളിച്ചു. ദക്കിനി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ദക്കിനി മുസ്ലിം കൗൺസിൽ അത് പിടിച്ചടക്കുന്നതിലെ ഭയമാണോ എന്നുള്ള അറിയില്ല. ഇപ്പൊ ഏറെക്കുറെ ഇതൊരു തീരുമാനമായിട്ടുണ്ട്. കാരണം അള്ളാഹ് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും കൂടെ നിൽക്കുന്നതാണ് സർവശക്തനായ റബ്ബ്. അതുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പോ വഹാബായിന്റെ അവിടുത്തെ പള്ളി അത് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ ചേരോട് പള്ളി നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, വയനാട് ജില്ലക്കാരുടെ ചേരോട് പള്ളി, ആ ചേരോട് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും. അത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് സൂചന മനസ്സിലാക്കിയിട്ടാണ് ഇവർ കേരളം മുഴുവനും നോട്ടീസ് 12 പേജുകളുടെ നോട്ടീസ് അടിച്ച് കേരളം മുഴുവനും നടന്നു. എപ്പോഴാണെന്ന് അറിയാം, സംസ്ഥാന കൗൺസിൽ 25-ാം തീയതി, ഏതൊരു മാസം 25-ാം തീയതി തൃശ്ശൂർ വെച്ച് സംസ്ഥാന കൗൺസിൽ നടത്തുന്നതിന് മുമ്പേ ചേരോട് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ DMC ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട് DNH, എറണാകുളം DNH, തിരുവനന്തപുരം ജാബിർ, കോഴിക്കോട് പല ആൾക്കാരെയും സമീപിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും പോയി കണ്ടു. കാറും എടുത്തിട്ട് പള്ളിയിലെ പൈസ ജനങ്ങൾ സംഭാവനയായിട്ട് കൊടുത്ത പണ്ടാരത്തിലുള്ള പൈസ എടുത്തിട്ട് അവർ തോന്നിയാസം നടത്തി. ആരാണ് അവിഹിതമായ രീതിയിൽ പൈസ ചെലവാക്കിയത്? ആരാണ് ഈ പള്ളി പൈസ എടുത്തിട്ട് തോന്നിയാസം നടത്തിയത്? സംസ്ഥാന കമ്മിറ്റിയാണോ അല്ലെങ്കിൽ ഈ ചേരോട് പള്ളി കമ്മിറ്റിയാണോ? കാറ് പിടിച്ചിട്ട് അവർ ഡീസൽ എടുത്ത് കാറ് പിടിച്ചിട്ട് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണോ? പള്ളിയിലെ പൈസ എടുത്തിട്ടാണ്. പള്ളിയുടെ പൈസ ഞങ്ങളൊരു അഭിപ്രായം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പള്ളിയിൽ നിന്നും ഈ അനാഥ കുട്ടികളുടെ അല്ലെങ്കിൽ ആദിവാസി കുട്ടികളുടെ കല്യാണം ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കണം. ഹിന്ദുവിന്റെ ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായിക്കണം, ക്രിസ്ത്യൻ കുട്ടീനെ സഹായിക്കണം, ദഗ്നി കുട്ടീനെ സഹായിക്കണം, മുസ്ലിം മാപ്പിള കുട്ടിയെ മലബാറി കുട്ടീനെ സഹായിക്കണം. ചെറിയ രീതിയിൽ ആവുന്ന രീതിയിൽ സഹായിച്ചിട്ട് ജനകീയമായ രീതിയിലേക്ക് എല്ലാവരുടെയും പൈസ കൊണ്ടാണ് അവർ പൈസ വരുന്നത്. എല്ലാവരെയും സഹായിക്കുന്ന ഒരു ചെറിയൊരു വിഹിതം അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അവരുടെ നോംസ് ഭരണഘടനാ ഭേദഗതി ഇന്നിവിടെ നടക്കുന്നുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതിവിടെ കൊണ്ടേക്കുന്ന രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനകത്തുള്ള തീരുമാനങ്ങൾ നമ്മളെ കമ്മിറ്റിയുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ അതാണ് ഭേദഗതി നടത്തുന്നത്. ഏത് കമ്മിറ്റിയുടെ പേരിലാണ് ഭേദഗതി നടത്താൻ പറ്റാത്തത്? അത് നടത്തിയിട്ട് ആ രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല. അവരെ നാനിക്കാണ്, അവരെ ദാതാക്കാണ്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പള്ളിയുടെ കാര്യത്തിൽ ഒരു വിഷയമില്ല. പള്ളി കമ്മിറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊന്നല്ല ഇവിടെ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. ചില ആൾക്കാരുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ. പലരും പല കമ്മിറ്റി മീറ്റിങ്ങുകളിലും എത്തിയിട്ട് ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യാതെ മാറി നിന്നുകൊണ്ട് പലരെയും അതിനകത്ത്
വിലയിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് വന്ന് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞത് DMCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. DMCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ കേരളത്തിലെ DMC ഇല്ലാതാവും. സ്വപ്നങ്ങളാണ്, ദിവാസ്വപ്നങ്ങൾ. DMCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ. DMC എന്ന് പറയുന്ന ശക്തമായ ഒരു സംഘടന നിലനിൽക്കെ ഒരു വെൽഫെയർ ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് DMCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രഷർ ചെലുത്തത്. പോയിരിക്കുന്ന കത്തുകളെല്ലാം തന്നെ ഒരേ കോപ്പികൾ. ഇതിന്റെ ഉപജ്ഞാതാക്കൾ, ഇത് ഉണ്ടാക്കി കൊടുക്കുന്നവര് ചേലോട് വഴിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഈ ചേലോട് വഴിയുമായി ബന്ധപ്പെട്ട 2% വയനാട് ജില്ലാ കമ്മിറ്റിയിലെ ആൾക്കാരില്ലാത്തത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ല മാക്സിമം ആൾക്കാരെ അവർ തെരഞ്ഞെടുപ്പിച്ചിട്ടുണ്ട്. ബാക്കി അവരെ ഇനിയും അവർ പണിപ്പുരയിലാണ് നമ്മുടെ നവാബായിട്ട് സംസാരിക്കും മനസ്സിലാക്കിയത്. അതുപോലെ കോഴിക്കോട് ജമാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും നേരിടുന്ന സമയത്ത് ഉടനെ വരും ഓടി വന്നിട്ട് ജമാഅത്തിന്റെ സഹായം കിട്ടും. നമ്മൾ കിട്ടില്ല, നിങ്ങൾ മെമ്പറല്ല. നിങ്ങൾ മെമ്പർ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം മെമ്പർമാരായിട്ട് സഹായം അർഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരു സംഘടനയിലുള്ളപ്പോൾ മെമ്പർ അല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് സഹായം ചെയ്യാം? ഏത് രീതിയിലാണ് കമ്മിറ്റി ചെയ്ത് അവതരിപ്പിക്കേണ്ടത്? യാത്തോടിക്കറോ അവനസിക്കറോ. അപ്പൊ 3 കൊല്ലത്തെ കഴിഞ്ഞ 3 കൊല്ലത്തെ മെമ്പർഷിപ്പ് എടുപ്പിച്ചുകൊണ്ട് അവരെ 3 കൊല്ലം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് മെമ്പറാണെന്നുള്ള ഒരു ഇത് വരുത്തിയിട്ട് നമ്മൾ അവർക്ക് സഹായം ചെയ്യാൻ അവരെ നമ്മൾ തള്ളിക്കളയുന്നില്ല. അവരെല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. 3 കൊല്ലത്തെ മെമ്പർഷിപ്പ് തരാൻ കഴിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പൈസ വഹിച്ചുകൊണ്ട് നമ്മളെ എടുത്തുകൊണ്ട് അവർ മെമ്പർഷിപ്പ് കൊടുത്ത് രജിസ്റ്റർ ചേർത്ത ശേഷമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വക പ്രവർത്തനങ്ങൾ ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശക്തമായ രീതിയിൽ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ബാക്കിയുള്ള 1 വർഷത്തെ ടൈമിലുണ്ട്. 1 വർഷം മാത്രം. ഈ 1 വർഷത്തിനുള്ളിൽ മറ്റുള്ള ജില്ലാ കമ്മിറ്റികൾ മുഴുവൻ പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിനുള്ള ത്രാണിയുള്ളവരാണ് നമ്മൾ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്നിവിടെ തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള ഒരു പാനലും അതിൽ ഒരു ഔദ്യോഗിക പാനൽ ഉണ്ടാവുന്നതാണ് കേട്ടത്. ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിൽ യാതൊരു അങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കാത്ത രീതിയിൽ നമ്മൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നുള്ള കാലിക്കറ്റ് തഖ്ലീഫ് മുസ്ലിം ജമാഅത്തിന്റെ ഭാഗം അതിന്റെ സെക്രട്ടറി തന്നെ എൻ്റെ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ച ശാസ്ത്രത്തെ അദ്ദേഹവും ഞാനും കൂടി അതിൻ്റെ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.